ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിർബന്ധമായിട്ടും കാണണം. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണിത്. നിങ്ങളുടെ COS അതിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് വിസ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തന്ന എംപ്ലോയറുടെ ലൈസൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ളവർക്കുള്ള വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണിത്. നമുക്കറിയാം, COS തരുന്ന സ്പോൺസറിൻ്റെ ലൈസൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 60 ദിവസം ഗ്രേസ് പീരീഡ് ആണ് ഹോം ഓഫീസ് പുതിയ സ്പോൺസറിനെ കണ്ടുപിടിക്കാനായിട്ടും അതുപോലെ തന്നെ ജോലി കണ്ടുപിടിക്കാനായിട്ടും തരുന്നത്. ഈ 60 ദിവസം കൊണ്ട് പുതിയൊരു സ്പോൺസറെ കണ്ടുപിടിക്കാൻ അതുപോലെ തന്നെ ജോലിക്ക് കയറലൊക്കെ നടപ്പാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഇംഗ്ലണ്ടിലുള്ള ഇന്റർനാഷണൽ അഡൽട്ട് ആൻഡ് സോഷ്യൽ കെയർ വർക്കേഴ്സിനുള്ള റീജിയണൽ സപ്പോർട്ട് ഓഫറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അറിയില്ലെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. ഈ സപ്പോർട്ടിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ആർക്കും തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഈ സപ്പോർട്ടിനെ പറ്റി അറിയില്ല. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണിത്. 2024ലേക്ക് 2025 കാലയളവിലേക്ക് മാത്രമായിട്ട് 16 മില്യനാണ് ഗവൺമെന്റ് ഈ റീജിയണൽ സപ്പോർട്ടിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വിസയിലുള്ളവർക്ക് അവരുടെ എംപ്ലോയറിന്റെ അല്ലെങ്കിൽ സ്പോൺസറിന്റെ സ്പോൺസർഷിപ്പ് ലൈസൻസ് റിവോക്ക് ആവുകയാണെങ്കിൽ ഈസിയായി ഒരു പുതിയ എംപ്ലോയറിനെ അല്ലെങ്കിൽ സ്പോൺസറിനെയും അതോടൊപ്പം തന്നെ ജോലിയും കണ്ടുപിടിക്കാനൊക്കെയാണ് ഈ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. വിസ കാലാവധി ഒഫീഷ്യലായിട്ട് തീരുന്നതിന് മുമ്പാണ് നിങ്ങൾക്ക് വിസ റിവോക്ക് ആകുന്നതെങ്കിൽ ആ വിസ ഒഫീഷ്യലായിട്ട് തീരുന്നവരെ UK നിൽക്കാൻ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി പറ്റുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും വിസ കാലാവധി തീരുന്നതിന് മുമ്പ് സ്പോൺസർഷിപ്പ് ലൈസൻസ് നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായിട്ട് നാട്ടിൽ തിരിച്ചു പോകാൻ 30 ദിവസം 60 ദിവസമൊക്കെ ഗ്രേസ് പീരീഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അവരോട് നിങ്ങളുടെ അടുത്തുള്ള ലോക്കൽ റീജിയനുമായിട്ട് ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ പറയുന്ന നിങ്ങളുടെ UK ഏത് റീജിയനിലാണ് നിങ്ങളുള്ളത് ആ റീജിയന്റെ കസ്റ്റമർ കെയറുമായി ഇമെയിൽ വഴി നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. അവർ തരുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, അഡ്വൈസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങളുടെ വിസ സ്റ്റാറ്റസും നിങ്ങളുടെ എംപ്ലോയർ റൈറ്റ്സും നിങ്ങൾക്ക് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്താണ് എംപ്ലോയർ സപ്പോർട്ട്. പുതിയ എംപ്ലോയറിനെ കണ്ടുപിടിക്കാനും അതും വിസ സ്പോൺസർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന എംപ്ലോയറിനെ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരുന്നതായിരിക്കും. 3, ഹെൽപ്പ് വിത്ത് ആക്സസിങ് ഫിനാൻഷ്യൽ സപ്പോർട്ട്. നിങ്ങളുടെ ജോലിയോ സ്പോൺസർഷിപ്പോ നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായുള്ള ഫിനാൻഷ്യൽ സ്ട്രഗിളും ശമ്പളമില്ലായ്മയ്ക്കും അവർ സപ്പോർട്ട് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ 4ാമത്തെ സേവനമാണ് വിസ നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായുള്ള മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് സപ്പോർട്ട്. നിങ്ങൾക്കുണ്ടാകുന്ന സ്ട്രെസ്സിനും ഡിപ്രഷനും മെൻ്റൽ ട്രോമയ്ക്കും ഒക്കെ നിങ്ങൾക്ക് കൗൺസിലിങ്ങും അതുപോലെ തന്നെ സപ്പോർട്ടും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ സേവനങ്ങൾക്കായിട്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് അതാത് റീജിയണൽ പാർട്ട്ണർഷിപ്പ് ടീമിനെ നിങ്ങളുടെ പേരും അഡ്രസ്സും കോൺടാക്ട് ഡീറ്റെയിൽസും നിങ്ങളുടെ സ്പോൺസർഷിപ്പ് ഡീറ്റെയിൽസും വെച്ച് ഇമെയിൽ ചെയ്യുക. ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്ന ഓരോ റീജിയനിലെയും കോൺടാക്ട് ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ റീജിയൻ അനുസരിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ എന്തായാലും കുറേ പേർക്കെങ്കിലും ഉപകാരപ്പെടുന്ന കാര്യമാണ്. മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി എന്നെ ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറക്കണ്ട, ഞാൻ സ്ക്രീനിൽ അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കറക്റ്റായിട്ട് UK ഓരോ റീജിയനിലെയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഇമെയിൽ അഡ്രസ്സ് ഞാൻ സ്ക്രീനിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ നിർബന്ധമായിട്ടും അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഇതുപോലെ തന്നെ സ്പോൺസർഷിപ്പ് ലൈസൻസ് സ്പോൺസറിൻ്റെ ലൈസൻസ് റിവോക്ക് ആയത് മൂലം അവരുടെ വിസ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രേസ് പീരീഡ് 60 ദിവസത്തിനുള്ളിൽ നാട്ടിൽ കയറി പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വീഡിയോ അയച്ചു കൊടുക്കുക. അവരോട് അതാത് റീജിയണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവരോട് ഇമെയിൽ ചെയ്യാൻ പറയുക. അവർക്ക് ഉറപ്പായിട്ട് ഹെൽപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ഇടുക പ്ലീസ്. താങ്ക്